നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ കോൺഗ്രസിന് ഇനി യുവ നേതൃത്വം. ഹക്കീം കുന്നിൽ DCC പ്രസിഡന്റായി സ്ഥാനമേറ്റു. അധികാരം അലങ്കാര വസ്തുവല്ലെന്നും സ്ഥാനങ്ങൾ പുതുതലമുറയ്ക്കായി വിട്ടുനൽകണമെന്നും VM സുധീരൻ. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല വാഹന ജാഥകൾ സംഘടിപ്പിക്കും. ജാഥകൾക്ക് 18-ന് തുടക്കമാകും. ഒപ്റ്റിക്കൽ ഫൈബർ വഴി കുറഞ്ഞ നിരക്കിൽ മുഴുവൻ വീടുകളിലും ഇന്റർനെറ്റ് സേവനം എത്തിക്കും. COA കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. മാധ്യമപ്രവർത്തകൻ KM അഹമ്മദ് അനുസ്മരണം കാസർഗോഡ് നടന്നു. KM അഹമ്മദ് പത്രപ്രവർത്തക പുരസ്കാര വിതരണവും നടന്നു. M. മുകുന്ദന്റെ സാഹിത്യലോകത്തിലെ 21 പുസ്തകങ്ങൾ 21 മാസങ്ങളിലായി പുറത്തിറക്കും. ഹരിതം ബുക്സിന്റെ പുസ്തക പ്രകാശനം കാഞ്ഞങ്ങാട് നടന്നു. ജില്ലാ കളക്ടർ അധ്യാപകനായി. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ PSC പരീക്ഷാ പരിശീലനം വേറിട്ട അനുഭവമായി. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഡിസംബർ 20-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഹക്കീം കുന്നിലിന്റെ സ്ഥാനാരോഹണം നടന്നു. KPCC പ്രസിഡന്റ് VM സുധീരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധികാരം അലങ്കാര വസ്തുവല്ലെന്നും അത്തരത്തിൽ പ്രവർത്തിക്കാതെ പുതുതലമുറയ്ക്കായി സ്ഥാനം വിട്ടു നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹക്കീം കുന്നിലിന്റെ സ്ഥാനാരോഹണം നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനം അധികാരം എന്നത് അലങ്കാര വസ്തുവല്ലെന്നും കോൺഗ്രസിൽ 1% വരുന്ന നേതാക്കൾ അധികാരത്തെയും സ്ഥാനത്തെയും അലങ്കാരമായി കാണുകയാണെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കാതെ പുതുതലമുറയ്ക്കായി സ്ഥാനം വിട്ടു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനങ്ങൾ അലങ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, സ്ഥാനങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ഓരോരുത്തരും വർദ്ധിക്കുന്നതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് കോൺഗ്രസിന്റെ 99% ആളുകൾ. പക്ഷേ 1% ആളുകൾ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് പാർട്ടി പരിപാടികൾ കൃത്യമായി നടപ്പിലാക്കിയേ മതിയാവും. നിർദ്ദേശിക്കപ്പെടുന്ന പരിപാടി നടപ്പിലാക്കിയേ മതിയാവും. ജനങ്ങളുടെ പ്രാദേശിക പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്നും അവർക്ക് വേണ്ടി അവരോട് അനീതി ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അവരോടൊപ്പം നിന്ന് ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ആ ഉത്തരവാദപ്പെട്ട ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക. ആരെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് യാതൊരു വിരോധവും അവരോടില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ്, ദയവായി ഇനി അങ്ങനെയുള്ളവർ ബുദ്ധിമുട്ടരുത് എന്ന് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ എല്ലാ നേതാക്കളും കാര്യക്ഷമരായിരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പരിപാടിയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, KPCC സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ഗംഗാധരൻ നായർ തുടങ്ങിയ പ്രമുഖ ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. DCC പ്രസിഡന്റായി ചുമതലയേറ്റ ഹക്കീം കുന്നിലിന് കാഞ്ഞങ്ങാട് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകരണം. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. DCC പ്രസിഡന്റായി ചുമതലയേറ്റ ഹക്കീം കുന്നിലിന് കോൺഗ്രസിന്റെ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷനായി. സ്വീകരണ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് MC ജോസ്, M ഹസൈനാർ, PV സുരേഷ്, വിനോദ് കുമാർ പള്ളയിൽ വീട്,
CV ഭാവനൻ, M കുഞ്ഞികൃഷ്ണൻ, KP മോഹനൻ, രവീന്ദ്രൻ ചേടി റോഡ്, അരവിന്ദാക്ഷൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായ ബാബു കോഹിനൂറിനെയും അംഗൻവാടി വർക്കർ AV കമ്മാടത്തുവിനെയും അനുമോദിച്ചു. ഒപ്റ്റിക്കൽ ഫൈബർ വഴി കുറഞ്ഞ നിരക്കിൽ മുഴുവൻ വീടുകളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ തീരുമാനം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സമാപിച്ചു. കാഞ്ഞങ്ങാട് കുശവൻകുന്ന് റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന കൺവെൻഷൻ COA സംസ്ഥാന കമ്മിറ്റി അംഗം M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്ബാൻഡ് ബിസിനസ്സിൽ മത്സരരംഗത്തുള്ള വൻകിട കോർപ്പറേറ്റുകളെ ചെറുത്തുതോൽപ്പിക്കാൻ സുസജ്ജമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ COAക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് പദ്ധതികൾ ഇനിയും പൂർത്തീകരിക്കാറുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നതിൽ അദ്ദേഹം ഏറ്റെടുത്ത് നമുക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരുന്ന ആ വിവിധ പദ്ധതികൾ അടുത്ത സമ്മേളനമാകുമ്പോഴേക്കും അത് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് ലോകത്തിന് മാതൃക എന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മോടൊപ്പം ഉണ്ടായി ചിലപ്പോൾ നമ്മൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നേതൃത്വത്തിൽ ഉണ്ടാകുകയും അതോടൊപ്പം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടി കഴിയാം എന്ന ഈ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുന്ന വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികൾ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ പറയുന്ന കാഞ്ഞങ്ങാട് മേഖല ഓപ്പറേറ്റർമാർ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയാവുന്ന പരമാവധി അത് പൂർത്തീകരിക്കാൻ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രാജ്യത്തിന് മാതൃകയായിരിക്കുന്ന പ്രസ്ഥാനത്തെ നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാം എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കടമ നിറവേറ്റണമെന്നാണ് എനിക്ക് ഔപചാരികമായി നിങ്ങളോട് സൂചിപ്പിക്കാൻ. അനലോഗിനും ഡിജിറ്റലിനും ശേഷം മുഴുവൻ വീടുകളിലും ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് കുറഞ്ഞ നിരക്കിൽ അതിശയിപ്പിക്കുന്ന വേഗതയിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനമായി. മേഖലാ പ്രസിഡന്റ് വിനോദ് കുമാർ പുല്ലൂർ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി സജി ആന്റണി മേഖലാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി M ലോഹിതാക്ഷൻ ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഷുക്കൂർ കോളിക്കര CCN റിപ്പോർട്ടും മേഖലാ ട്രഷറർ സദാശിവ കിനി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് സതീഷ് K പാക്കം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രഘുനാഥ്, ശ്രീനാരായണൻ, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, CCN MD TV മോഹനൻ, M മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. കേബിൾ TVയും ബ്രോഡ്ബാൻഡും എന്ന വിഷയത്തിൽ സൈക്കോ തോമസ് ക്ലാസ് എടുത്തു. A ചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ VK മനോജ് സ്വാഗതവും A സുരേഷ് നന്ദിയും പറഞ്ഞു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥകൾ ഡിസംബർ 18-ന് ആരംഭിക്കും. കാഞ്ഞങ്ങാട്ട് നിന്നും ആരംഭിക്കുന്ന വാഹന ജാഥ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വാഹന ജാഥകൾ സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നിന്ന് ആരംഭിക്കുന്ന ജാഥ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. അങ്കമാലിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ജാഥകൾക്ക് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ജാഥ ഡിസംബർ 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളത്തിലെ വലിയ ബാങ്കായ SPTA അതിന്റെ 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയും SBI ലയിപ്പിക്കാനുള്ള പ്രക്രിയ നടന്നു വരികയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടത് 2020 ബാക്കിയുള്ള 27 പൊതുമേഖലാ ബാങ്കുകളെ കൂട്ടിയോജിപ്പിച്ച് 5-6 ബാങ്കുകളാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ലയനം നടന്നു കഴിഞ്ഞാൽ അടുത്തത് മറ്റ് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കുക എന്ന അതിൻ്റെതായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെതിരായി ഈ 3 പ്രശ്നങ്ങളെ മുൻനിർത്തി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രാജ്യത്തെ ഈ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയ മുതൽ തന്നെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ 3 പ്രശ്നങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ഒരു പ്രക്ഷോഭ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 2 ജാഥകൾ സംസ്ഥാന തലത്തിൽ പര്യടനം നടത്തുകയാണ്. ജാഥയുടെ സമാപനത്തിന് ശേഷം ഡിസംബർ 23-ന് രാവിലെ തിരുവനന്തപുരം SBI ലോക്കൽ ഹെഡ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. ബഹുജന മാർച്ച് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ P കുമാരൻ, KV പ്രഭാവതി, N അശോക് കുമാർ, M അജയകുമാർ, P അപ്പക്കുഞ്ഞി, M ജനാർദ്ദനൻ, നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനം ജനുവരി 27 മുതൽ കാഞ്ഞങ്ങാട്ട് നടക്കും.
സമ്മേളനത്തിന് മുന്നോടിയായുള്ള വിളംബര ജാഥ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനായി കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. ജനുവരി 27, 28 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ഡിസംബർ 17 പതാക ദിനമായി ആചരിച്ചു. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥ പുതിയകോട്ടയിൽ സമാപിച്ചു. വിളംബര ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനദ്രോഹ നടപടികളുടെ കാര്യത്തിൽ മത്സരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. കാഞ്ഞങ്ങാട് നടന്ന പ്രവാസി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാരുടെ പോക്കറ്റടിക്കുമ്പോൾ പിണറായി സർക്കാർ സാധാരണക്കാരന്റെ അടുപ്പിൽ വെള്ളമൊഴുക്കുകയാണെന്ന് DC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന പ്രവാസി കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്യുതൻ മുറിയനാവി അധ്യക്ഷനായി. കോൺഗ്രസിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പുല്ലൂർപെരിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ക്ലാസ് എടുത്തു. DCC ജനറൽ സെക്രട്ടറി M അസൈനാർ, DB ബാലകൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ, പത്മരാജൻ ഐങ്ങോത്ത്, സിജോ കള്ളാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. ഹരിതം ലിറ്റററി ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ M മുകുന്ദന്റെ സാഹിത്യ ജീവിതത്തെ ആസ്പദമാക്കി സാഹിത്യ സംവാദം സംഘടിപ്പിച്ചു. മുകുന്ദം പരിപാടിയുടെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത്. ഹരിതം ബുക്സിന്റെ നേതൃത്വത്തിൽ എഴുത്തുകാരൻ M മുകുന്ദന്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് 21 പഠനഗ്രന്ഥങ്ങളുടെ പ്രകാശനത്തിന്റെ ഭാഗമായാണ് മുകുന്ദം എന്ന പേരിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സാഹിത്യ സംവാദങ്ങൾക്ക് തുടക്കമിട്ടത്. 21 മാസങ്ങളിലായി 21 പഠനഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. ആദ്യ പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. നായകന്റെ ശിക്ഷയെക്കുറിച്ച് പറയാൻ വിലയിരുത്താൻ അത്തരൊരു ചടങ്ങ് പുസ്തക പ്രകാശനം ഉൾപ്പെടെ 21 തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പ്രകാശനം നിർവഹിക്കുന്ന ഒരു സുപ്രധാനവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചടങ്ങ്. അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ PV K പനയാൽ അധ്യക്ഷനായി. ഡോക്ടർ VPP മുസ്തഫ, പ്രതാപൻ തായാട്ട്, KV സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ പുസ്തകത്തിനും അതിൻ്റെതായ ഒരു കാലം, ഒരു പരിസരമുണ്ട്. ആ പരിസരത്തിൽ നിന്ന് പറിച്ചെടുത്ത് തന്നെ കാണുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് പറയാം, ഇപ്പോൾ ടോൾസ്റ്റോയുടെ ദസ്തയേവ്സ്കിയുടെയൊക്കെ പുസ്തകങ്ങൾ രചിച്ച കാലം, ആ കാലമെല്ലാം ഇന്ന് എന്നുള്ളത്. അപ്പൊ ചില പുസ്തകങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ നമ്മൾ പറയുന്ന ഈ പരിസരത്തിൽ നിന്ന് അതിനെ മറികടന്നുകൊണ്ട് കാലത്തിലേക്ക് സഞ്ചരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മൾ ക്ലാസിക്കുകൾ എന്ന് പറയുന്നു. മുകുന്ദം പരിപാടിയുടെ സമാപന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് 5:30 P കരുണാകരൻ MP നിർവഹിക്കും. വായനയുടെ 80 വർഷങ്ങൾ പിന്നിട്ട പെരിഗമന ഈശ്വരൻ എമ്പ്രാന്തരിയെ ചടങ്ങിൽ ആദരിക്കും. പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചു. കോർഡിനേഷൻ ഓഫ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെമിനാർ നടന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുടെ പ്രസക്തിയാണ് സെമിനാറിന് വിഷയമായത്. ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ വിഷയം അവതരിപ്പിച്ചു. 1979 ഉദാരവൽകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ 1979 മുമ്പ് പെൻഷൻ പറ്റിയവരെ അതിൽ നിന്നും ഒഴിവാക്കി. അതിനെതിരെ നഗാര എന്ന വ്യക്തി
സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും 3 വർഷത്തോളം ആ കേസ് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം 1982 ഡിസംബർ 17 അതിന് വിധിയുണ്ടായി. ആ വിധിയുണ്ടായ ദിവസമാണ് നമ്മൾ ഇന്ന് പെൻഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ആ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് പെൻഷൻ തൊഴിലുടമ സന്തോഷത്തോടെ നൽകുന്ന ദാനമോ ഔദാര്യമോ അല്ല. കെ രാഘവ പൊതുവാൾ അധ്യക്ഷനായി. കെ രാമകൃഷ്ണൻ, പീറ്റർ സിറിയക്ക്, പി കെ മാധവൻ നായർ, വി വി ബാലകൃഷ്ണൻ, പി സരസ്വതിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. PSC LD ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് പരിശീലനമൊരുക്കി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു അധ്യാപകന്റെ റോളിലെത്തിയപ്പോൾ ക്ലാസിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അത് വേറിട്ട അനുഭവമായി. LD ക്ലർക്ക് പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിലാണ് കളക്ടർ ജീവൻ ബാബു അധ്യാപകന്റെ റോളിലെത്തിയത്. എല്ലാവരും പുറത്തു നിന്ന് അകത്തെ കാഴ്ചകൾ കാണുന്നവരും ഇത് നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല. അപ്പോൾ എല്ലാവരും പുറത്തു നിൽക്കുന്ന ആളുകളുടെ എല്ലാവരും വിചാരം സർക്കാരിന്റെ അകത്ത് മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും കയറിയിരിക്കുകയാണ്, ഇതിന്റെ അകത്ത് മുഴുവൻ അഴിമതിക്കാരാണ്, നല്ല ഞങ്ങൾ എല്ലാവരും പുറത്തു നിൽക്കുകയാണ്. അതിൻ്റെ അകത്തിരിക്കുന്നവരെല്ലാവരും യാതൊരു പണിയും ചെയ്യാത്തവര്, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്തവര്, നല്ല ആളുകളെല്ലാം പുറത്തു നിൽക്കുക, അല്ലെങ്കിൽ എനിക്കൊക്കെ എന്നെയൊക്കെ പട്ടയ സർക്കാർ എടുത്തുകൊണ്ട് പോകേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ വിചാരം. ഒന്നുമില്ല, വെറും വിഡ്ഢിത്തമാണ്. വെറും വിഡ്ഢിത്തം എന്നുള്ളതിന് യാതൊരു മുഖവരെയും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പൊതുസമൂഹത്തിന്റെ എന്താണോ അതിന്റെ പൊതു ഒരു ചിന്താധാര, അത് തന്നെയാണ് സർക്കാരിൻ്റെ അകത്ത്. സർക്കാർ കള്ളന്മാരെ മാത്രമായിട്ട് എടുത്ത് സർക്കാർ സർവീസിലേക്ക് ചേർക്കുന്നില്ല, ഏറ്റവും മന്ദബുദ്ധികളായ ആളുകളെ മാത്രമായിട്ട് സർക്കാർ സർവീസിലേക്ക് ചേർക്കുന്നില്ല. നമ്മളുടെ സർക്കാർ സംവിധാനത്തിലുള്ള പല ഉദ്യോഗസ്ഥരുടെയും എന്താണ് പറയുന്നത്, ഒരു 4 അയലോകത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകളായിരിക്കും പലപ്പോഴും പ്രൈവറ്റ് മേഖലയിൽ പോലും ഏറ്റവും കൂടുതൽ. പരീക്ഷാ പരിശീലനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജില്ലാ കളക്ടർ പിന്നീട് ഉദ്യോഗാർത്ഥികൾക്കായി ക്ലാസ് എടുക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലാണ് പരീക്ഷാ പരിശീലനം നടന്നത്. ക്ലബ് പ്രസിഡന്റ് എ രാജീവൻ അധ്യക്ഷനായി. നിയുക്ത പ്രസിഡന്റ് TJ സെബാസ്റ്റ്യൻ, സെക്രട്ടറി B മുകുന്ദപ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ പരിശീലനത്തിൽ പങ്കെടുക്കാനെത്തി. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ KM അഹമ്മദ് പത്രപ്രവർത്തക അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വനിതാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന KM അഹമ്മദ് അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി നടന്ന പത്രപ്രവർത്തക അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും കാസർഗോഡ് മുനിസിപ്പൽ വനിതാ കോൺഫറൻസ് ഹാളിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ പൊതുപ്രവർത്തന രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തനത്തെയും അദ്ദേഹം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എനിക്കത് അദ്ദേഹം ഒരു വലിയ സുഹൃത്ത് എന്നതിനെല്ലാം അപ്പുറത്തായിരുന്നു ഞാൻ KM അഹമ്മദിനെ പരിഗണിച്ചിരുന്ന കണ്ടിരുന്നത് എന്നതാണ് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതുല്യനായ, ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയുന്ന, ആ അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങളും എഴുത്തുകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയായി KM അഹമ്മദ് എന്ന് പറയുന്ന ഒരു കാസർഗോഡിലെ ഒരു മഹാമേരുവായി പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം. അനുസ്മരണ ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഈ വർഷത്തെ KM അഹമ്മദ് സ്മാരക മാധ്യമ അവാർഡ് ജേതാവ് മനു വിശ്വനാഥിന് മന്ത്രി അവാർഡ് വിതരണം ചെയ്തു. ചടങ്ങിൽ RS ബാബു മുഖ്യപ്രഭാഷണം നടത്തി. രവീന്ദ്രൻ രാവണീശ്വരം, NA നെല്ലിക്കുന്ന് MLA, PA അബ്ദുൽ ഗഫൂർ, MO വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടുന്തല മഖാം ഉറൂസ് 19 മുതൽ 26 വരെ തീയതികളിലായി നടക്കും. ഉറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മുട്ടുന്തല മഖാമുറൂസ് 19 മുതൽ 26 വരെ തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. 19-ന് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഗാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. മഖാം സിയാറത്തോടുകൂടി പരിപാടിയുടെ പ്രാരംഭം കുറിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാദി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവർ നിർവഹിക്കുന്നതും തുടർന്ന് കേരളക്കരയിലെ പ്രസംഗവേദിയിലെ ഇതിഹാസമായ മുസ്തഫ ഉദ്ബി ആക്കോട് നോട്ടും നെട്ടോട്ടവും തിരുനബി ദർശനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതാണ്.
20 രാത്രി 8:30 മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നടത്തും. 22 വൈകിട്ട് 6:30 ഹാഫിസ് ത്വാഹ മഹബൂബ് പ്രഭാഷണം നടത്തും. 26 മൗലിദ് പാരായണത്തിന് ശേഷം അന്നദാനത്തോടെ ഉറൂസിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുട്ടുന്തല ജുമാ മസ്ജിദ് പ്രസിഡന്റ് സൺലൈറ്റ് അബ്ദുൾ റഹ്മാൻ ഹാജി, ചീഫ് ഇമാം മുഹമ്മദ് അലി അസ്ഹാരി, ജമാഅത്ത് ജനറൽ സെക്രട്ടറി റഷീദ് മുട്ടുന്തല, അബ്ദുള്ള മാട്ടുമ്മൽ, ബദറുദ്ദീൻ സൺലൈറ്റ്, ഹാഷിം, മൊയ്തു ഹാജി മമു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാമണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഡിസംബർ 20 മുതൽ 4 ദിവസങ്ങളിലായി നടക്കും. കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഡിസംബർ 20 മുതൽ നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിൽ അഞ്ചണങ്ങും ഭൂതം, രക്തജാതൻ, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി, അടുക്കത്ത് ചാമുണ്ടിയമ്മ, പൊട്ടൻതെയ്യം, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടും. ഡിസംബർ 20 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലായി നടത്തപ്പെടുകയാണ്. രാവണീശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം കാസർഗോഡ് ജില്ലയിൽ ചിത്താരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഏകദേശം 100-ൽ പരം വർഷങ്ങളായി വെട്ടവകാശികളും ജനപദങ്ങളും യോജിച്ചുകൊണ്ട് ഉത്സവാദി അടിയന്തരങ്ങൾ നടത്തുന്നതുമാണ്. കളിയാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ 7 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 20-ന് കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. 21 രാത്രി 11 മണിക്ക് രാവണീശ്വരം പൊടിപ്പള്ളം തിരുവുൾക്കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവുൾക്കാഴ്ച സമർപ്പണവും നടക്കും. കളിയാട്ടത്തിന്റെ സമാപന ദിവസം അടുക്കത്ത് ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടും. അന്നദാനവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ ഗോപിനാഥൻ, എ രാഘവൻ, ടി വി സുകുമാരൻ, ടി കൃഷ്ണൻ, കെ വി സുരേഷ് എന്നിവർ പങ്കെടുത്തു. അമ്പലത്തറ പേരൂർ സദ്ഗുരു പബ്ലിക് സ്കൂളിൽ അരക്കോടി ചെലവഴിച്ച് നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനത്തിനൊരുങ്ങി. 19-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ലക്ഷ്യമിട്ട് വിദ്യാലയ മാനേജ്മെന്റ് മുൻകൈയെടുത്താണ് സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത്. ജില്ലാ അക്വാറ്റിക് അസോസിയേഷനുമായി സഹകരിച്ച് സദ്ഗുരുവിലെ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനവും ഒരുക്കുന്നുണ്ട്. മെയിൻ്റനൻസ് നല്ലൊരു ഘടകമാണ് സ്വിമ്മിംഗ് പൂൾ. അതുകൊണ്ടാണ് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ വളരെ കുറവാണ് നാട്ടിലുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാലത്തെ ഫസ്റ്റ് പൂളാന്ന് തോന്നുന്നു. ഇവന് ഈ സ്കൂള് അല്ലാതെ തന്നെ 1-2 റിസോർട്ടിലല്ലാതെ വേറൊരു സ്ഥലത്തും പൊതുവായിട്ട് സ്വിമ്മിംഗ് പൂൾ ഇല്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂൾ നല്ലൊരു ചിലവ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന 6 HP വാട്ടർ ഉണ്ട്. അത് ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും പ്രവർത്തിപ്പിക്കണം. പ്ലസ് അതിന് കെമിക്കൽ ഇതെല്ലാം നല്ലൊരു മെയിൻ്റനൻസ് വരുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ അക്ഷയ് കമ്മത്ത്, പ്രിൻസിപ്പാൾ രമാനാരായണൻ, ഗജാനന കമ്മത്ത്, സന്തോഷ് കമ്മത്ത്, PRO പി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. യുവ ബ്രിഗേഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ക്യാഷ്ലെസ് ദുനിയ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മുള്ളേരിയിൽ നടന്ന പരിപാടി യുവ ബ്രിഗേഡ് മാർഗദർശി ചക്രവർത്തി സൂലിബലെ ഉദ്ഘാടനം ചെയ്തു. യുവ ബ്രിഗേഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ മുള്ളേരിയിൽ ക്യാഷ്ലെസ് ദുനിയ ബോധവൽക്കരണ പരിപാടി നടന്നു. മുള്ളേരിയിൽ നടന്ന പരിപാടി യുവ ബ്രിഗേഡിന്റെ മാർഗദർശിയും പ്രസിദ്ധ പ്രാസംഗികനുമായ ചക്രവർത്തി സൂലിബലെ ഉദ്ഘാടനം ചെയ്തു. ನೋಟಿನ ಹೆಜ್ಜೆಯ ಜಾಡು ಗೊತ್ತಾಗಬೇಕು. ನೋಟಿನ ಹೆಜ್ಜೆಯ ಜಾಡು ಗೊತ್ತಾಗೋದಂದ್ರೆ ಹೇಗೆ? ರಿಸರ್ವ್ ಬ್ಯಾಂಕ್ ಆಫ್ ಇಂಡಿಯಾ 1000 ರೂಪಾಯಿ ನೋಟುಗಳನ್ನ ಇನ್ನು ಪ್ರಿಂಟ್ ಮಾಡೋದಿಲ್ಲ. ಅದಕ್ಕೋಸ್ಕರ ಕತೆ ಹೇಳಬೇಕಷ್ಟೇ. ಇನ್ನೊಂದೇ 1000 ರೂಪಾಯಿ ನೋಟ್ ನಮ್ಮ ಮನೇಲಿ ಇದ್ರೆ ಅದಕ್ಕೊಂದು ಕಟ್ ಹಾಕೊಂಡು ಇಟ್ಕೋಬಹುದಷ್ಟೇ. ಒಂದು ಕಾಲದಲ್ಲಿ ಇದ್ರ ಜೊತೆ ಎಷ್ಟು ಕೆಲಸ ಮಾಡಿದ್ದೀನಿ ನಾನು ಅಂತ ಇಟ್ಕೋಬಹುದು. ಬಿಟ್ರೆ ಅದಕ್ಕೆ ಏನು ಬೆಲೆ ಇಲ್ಲ. ಇನ್ನು ಪ್ರಿಂಟ್ ಮಾಡೋದಿಲ್ಲ ರಿಸರ್ವ್ ಬ್ಯಾಂಕ್ ಆಫ್ ಇಂಡಿಯಾ. 1000 ರೂಪಾಯಿ ನೋಟನ್ನ ಪ್ರಿಂಟ್ ಮಾಡಿದ ತಕ್ಷಣ ಅದು ಮಾರ್ಕೆಟಿಗೆ ಕೊಡುತ್ತೆ. ಹೀಗೆ ಮಾರ್ಕೆಟಿಗೆ ಬಂದಿರುವಂತ ನೋಟು ಯಾರಿಗೆ ಹೋಯ್ತು, ಎಲ್ಲಿಂದ ಯಾರ ಹತ್ರ ಹೋಯ್ತು, ಅಲ್ಲಿಂದ ಆ ನಂಬರಿನ ನೋಟು ಯಾರ ಬಳಿಗೆ ಹೋಗಿದೆ, ಆ ಬಳಿಗೆ ಹೋಗಿ ಕೊನೆಗೆ ಎಲ್ಲಿ ಬಂತು ಅನ್ನುವಂತ ಒಂದು ಜಾಡನ್ನ ಪತ್ತೆ ಹಚ್ಚಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಲಿಲ್ಲ ಅಂತಂದ್ರೆ ಆ ದೇಶದ ಎಕಾನಮಿ ಬಹಳ ಡೇಂಜರಸ್ ಕಂಡೀಷನ್ ಅಲ್ಲಿದೆ. പരിപാടിയിൽ മുതിർന്ന വ്യവസായി VR ഷേണായി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഗോവിന്ദകൃഷ്ണ, TRK ഭട്ട്, ശ്യാം കശ്യപ്, ബാലസുബ്രഹ്മണ്യ ഭട്ട്, മഞ്ജുനാഥ ഡിമാന്യ തുടങ്ങിയവർ സംബന്ധിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ നഗരസഭാ തല കൺവെൻഷൻ നീലേശ്വരത്ത് നടന്നു. ജില്ലാ സെക്രട്ടറി M രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതി നമ്മുടെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലുള്ള നമ്മുടെ തൊഴിലാളികൾക്ക് കൃത്യമായി തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ ഏൽപ്പിച്ച പ്രവൃത്തി ഇപ്പോൾ വർക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ട്, പണി കിട്ടാത്തതുകൊണ്ട് പിന്നെ വലിയ ആക്ഷേപമില്ല. ഇപ്പൊ ചില സ്ഥലത്ത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്ഷേപം നിലനിൽക്കുന്നു. ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ സംഘടന തീരുമാനിച്ച ഭാഗമായി തന്നെ നമ്മുടെ സമയത്തൊരു മാറ്റം വരുത്തിയിരുന്നു. 9 മണി മുതൽ 5 മണി വരെയാണ് നമ്മൾ പ്രവൃത്തി സമയം. ആ പ്രവൃത്തി
പ്രവൃത്തി സമയം സ്ത്രീകളാണ് ഭൂരിഭാഗം. ഈ വർക്കിൽ ഏർപ്പെടുത്തുന്ന ഏതാണ്ട് ഒരു 95% സ്ത്രീകളാണ്. അപ്പൊ ഏതൊരു വീട്ടമ്മക്ക് രാവിലെ 9 മണിക്ക് 8 മണിക്ക് സൈറ്റ് എത്താൻ മണി കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചാൽ 9 മണി മുതൽ 4 മണി വരെ ആക്കി സമയം ചുരുക്കണമെന്നില്ല. പക്ഷെ 8 മണി എന്നത് 9 മണി ആക്കിയിട്ട് 4 മണി എന്നത് 5 മണി എന്നത് 4 മണി ആക്കിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ആ രീതിയിൽ തന്നെ നമ്മുടെ സംഘടനയുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ ഒരു സംഘശക്തിയുടെ ഭാഗമായി തന്നെ ഇപ്പോ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തുകൾ ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകൾ വർക്ക്. യൂണിറ്റ് പ്രസിഡന്റ് കെ വി ലളിത കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കെ വി ദാമോദരൻ, എം വി വാസന്തി, വി രഘുരാമൻ, ടി ചൂയമ്പു, വി വി ശ്രീജ, സി സി കുഞ്ഞിക്കണ്ണൻ, എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ കോൺഗ്രസിന് ഇനി യുവ നേതൃത്വം. ഹക്കീം കുന്നിൽ DCC പ്രസിഡന്റായി സ്ഥാനമേറ്റു. അധികാരം അലങ്കാര വസ്തുവല്ലെന്നും സ്ഥാനങ്ങൾ പുതുതലമുറയ്ക്കായി വിട്ടുനൽകണമെന്നും VM സുധീരൻ. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല വാഹന ജാഥകൾ സംഘടിപ്പിക്കും. ജാഥകൾക്ക് 18-ന് തുടക്കമാകും. ഒപ്റ്റിക്കൽ ഫൈബർ വഴി കുറഞ്ഞ നിരക്കിൽ മുഴുവൻ വീടുകളിലും ഇന്റർനെറ്റ് സേവനമെത്തിക്കും. COA കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. മാധ്യമപ്രവർത്തകൻ KM അഹമ്മദ് അനുസ്മരണം കാസർഗോഡ് നടന്നു. KM അഹമ്മദ് പത്രപ്രവർത്തക പുരസ്കാര വിതരണവും നടന്നു. M മുകുന്ദന്റെ സാഹിത്യലോകത്തിലെ 21 പുസ്തകങ്ങൾ 21 മാസങ്ങളിലായി പുറത്തിറക്കും. ഹരിതം ബുക്സിന്റെ പുസ്തക പ്രകാശനം കാഞ്ഞങ്ങാട് നടന്നു. ജില്ലാ കളക്ടർ അധ്യാപകനായി. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ PSC പരീക്ഷാ പരിശീലനം വേറിട്ട അനുഭവമായി. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഡിസംബർ 20-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.